അദ്ദേഹം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വിഷയം എങ്ങനെയാണ്. ഒരാൾ സലാം പറഞ്ഞു പിരിഞ്ഞ ഉടനെ രണ്ടാമത് ചെറിയ മരമോ അല്ലെങ്കിൽ തൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു മറയ്ക്ക് പിന്നിലായി രണ്ടാമതും ഇദ്ദേഹത്തിനെ കണ്ടുമുട്ടുന്ന സമയത്ത് തന്നെ ഒന്നും കൂടും അദ്ദേഹത്തോട് സലാം പറയൽ സുന്നത്തുണ്ട് എന്നാണ്. നിങ്ങൾ കൂട്ടുകാരനെ അഭിമുഖീകരിക്കുമ്പോൾ അവൻ സലാം പറയണം. അവയ്ക്കിടയിൽ മരമോ മതിലോ പാറയോ മറയിട്ട് വീണ്ടും കണ്ടുമുട്ടിയാൽ വീണ്ടും സലാം പറയുകയെന്ന് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ കാണാൻ കഴിയും. അപ്പൊ അതാണ് സലാം. അപ്പൊ ഒരു ദിവസം എത്ര സലാം പറയണം എന്നുള്ളതല്ല. ഒരു മനുഷ്യനെ നേരെ കണ്ടു സലാം പറഞ്ഞു, വീണ്ടും അവനെ അല്പനേര സമയത്തിന് ശേഷം ഒന്നുകൂടി കണ്ടുമുട്ടിയാൽ, നമ്മളെ കണ്ണിൽ നിന്ന് അല്പം ഒരു മറയുണ്ടായ ശേഷം വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയാൽ വീണ്ടും സലാം പറയുന്നത് സുന്നത്തുണ്ടെന്നാണ്. അത് മുസ്ലിമായ ഒരു മനുഷ്യനെ കാണുമ്പോഴാണ് ആ സലാം പറയേണ്ടത്. ഒരാൾക്ക് മറ്റൊരാൾ സലാം ചൊല്ലി പിന്നെ അടുത്തായി തന്നെ വീണ്ടും അയാളെ കണ്ടുമുട്ടി എന്ന് വിചാരിക്കുക. രണ്ടാം പ്രാവശ്യം സലാം ചൊല്ലി പറഞ്ഞു, ഒന്ന് പിന്നിലൂടെ വന്ന മുന്നിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ രണ്ടാം പ്രാവശ്യവും മൂന്നാം പ്രാവശ്യവും ഒക്കെ അയാൾക്ക് സലാം ചൊല്ലൽ സുന്നത്താണ്. അപ്പൊ അദ്കാറിലൊക്കെ നബി ഇമാം ഈ രൂപത്തിലാണ് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് സലാം ഒരു ദിവസം എത്ര പറയുന്നു എന്നുള്ളതല്ല, നമ്മുടെ കണ്ണിൽ നിന്ന് ഒരാൾ മറിയുന്നു വീണ്ടും അയാളെ കണ്ടുമുട്ടുന്നു അപ്പോൾ സലാം പറയുന്നു എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം സംസാരിച്ചാൽ തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടി 3 പ്രാവശ്യം അത് ആവർത്തിച്ച് പറഞ്ഞിരുന്നു എന്നാണ്. അപ്പൊ ഒരു ജനവിഭാഗത്തിന്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുകയാണെങ്കിൽ, ഒരുപാട് ജനങ്ങളുള്ള സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുകയാണെങ്കിൽ 3 പ്രാവശ്യം ആ രൂപത്തിൽ ഒന്നാം പ്രാവശ്യം കൂടി ഇങ്ങനെ സലാം പറയുന്ന ഒരു പരിപാടി റസൂലുള്ളാഹി തആല ബുഖാരി ഹദീസിൽ ഹക്കീമ റിപ്പോർട്ട് ചെയ്ത ഹദീസിലൊക്കെ കാണാം. അപ്പോ ഇവിടെ മനസ്സിലാക്കാനുള്ള മറ്റൊരു വിഷയമുണ്ട്. ഒന്നാം പ്രാവശ്യം പറയുന്നത് കേട്ടിട്ടില്ലെങ്കിലാണ് രണ്ടാം പ്രാവശ്യവും മൂന്നാം പ്രാവശ്യവും പറയേണ്ടത് എന്ന് മജ്മൂഇൽ നബി ഇമാം റളിയല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാം. അപ്പൊ ഇങ്ങനെ 2-3 പ്രാവശ്യം സലാം പറയാമെന്ന് പറഞ്ഞ അതാണ്. ഒരേ ദിശയിൽ തന്നെ 2-3 പ്രാവശ്യം സലാം പറയാമെന്ന് പറഞ്ഞ ഉദ്ദേശം അതാണ്. അതേസമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരാളെ കണ്ണിൽ നിന്നങ്ങോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അയാളോട് സലാം പറയാം. അത് എത്ര പ്രാവശ്യം കണ്ടാലും സലാം പറയാം. അതേസമയത്ത് 3 പ്രാവശ്യം സലാം പറയാമെന്ന് ഹദീസിൽ വന്നിട്ടുള്ളത് ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ, ഒരു ജനബാഹുല്യമുള്ള ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ 3 പ്രാവശ്യം സലാം പറയാം എന്ന് പറയാനുള്ള കാരണം അത് ഒന്നാം പ്രാവശ്യവും രണ്ടാം പ്രാവശ്യവും പറഞ്ഞത് അവർ കേട്ടിട്ടില്ലെങ്കിലാണ്. ഒന്നാം പ്രാവശ്യം പറഞ്ഞ് കുറച്ചാളുകൾ മാത്രമേ അത് കേൾക്കുകയുള്ളൂ, രണ്ടാം പ്രാവശ്യം പറഞ്ഞാൽ കുറച്ചുകൂടി ആളുകൾ കേൾക്കും, മൂന്നാം പ്രാവശ്യം അപ്പുറത്തുള്ള ആളുകൾ കേൾക്കും. ആ രൂപത്തിലാണ് ഈ സലാം പറയാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അവരോട് സലാം പറഞ്ഞാൽ മതി. ഈ കണ്ണിൽ നിന്ന് മറഞ്ഞാൽ വേണം വീണ്ടും ആവർത്തിച്ച് സലാം പറയാം എന്ന് പറയാനുള്ള കാരണം. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു തആല പറഞ്ഞു, ചിലപ്പോൾ സലാമുകളൊക്കെ ഇങ്ങനെ ആവർത്തിക്കേണ്ടി വരും, ചിലപ്പോൾ സലാം ഇങ്ങനെ ആവർത്തിച്ച് പറയേണ്ടി വരും. ഫത്തുൽ ബാരിയിൽ കാണാം. വലിയ സംഘം ഉണ്ടാവുകയും ചിലർ കേട്ടില്ല എന്ന് തോന്നുകയും ചെയ്താൽ അവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ആവർത്തിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. നബവി ഇമാം റളിയല്ലാഹു തആല പറഞ്ഞു, ഇപ്രകാരം തന്നെ ഒരാൾ സലാം പറഞ്ഞു അതവർ കേട്ടില്ലെന്ന് ധരിച്ചാൽ 2-3 പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് അതിലേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രാവശ്യം സലാം പറഞ്ഞു, രണ്ടാം പ്രാവശ്യം പറഞ്ഞു, മൂന്നാം പ്രാവശ്യം പറഞ്ഞു, ആ 3ഓടുകൂടി അവർ കേൾക്കുന്ന ഒരു ഘട്ടം മതി. പിന്നെയും ആളുകൾ കേൾക്കാൻ ബാക്കിയുണ്ടെങ്കിൽ 4ാമത്തെ സലാമിന്റെ ആവശ്യമില്ല എന്ന് ഫത്തുൽ ബാരിയുടെ 10ാം വാള്യം 31ാമത്തെ പേജിലുണ്ട്. അതേപോലെ തന്നെ ഇമാം മാവർദി റളിയല്ലാഹു തആല പറഞ്ഞു, ഒരാൾ ചെറിയ സംഘത്തിനടുത്ത് ചെന്നു, അവരെല്ലാവരും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സലാം അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെയാണ് വേണ്ട, ഒറ്റ സലാം കൊണ്ട് ചുരുക്കാനാണ് നല്ലത്. അപ്പൊ ചെറിയ സംഘത്തിന്റെ അടുത്ത് ചെന്നാൽ എല്ലാവരും ഉൾക്കൊള്ളിക്കാൻ അവിടെ ഒറ്റ സലാം പറഞ്ഞാൽ മതി. അവിടെ മൂന്നാമത്തെ സലാമിന്റെ ആവശ്യമില്ല എന്നാ. ഒറ്റ സലാം, അതായത് കുറച്ച് ആളേ ഉള്ളൂ, എല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ ഒറ്റ സലാം. ആ സലാം പറയുമ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സലാം പറയുമ്പോഴും സലാം അടക്കുമ്പോഴും അത് ഉച്ചത്തിലാക്കണം. നമ്മൾ ആരെയാണോ സലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ കേൾക്കുന്ന രൂപത്തിൽ നമ്മൾ ഉച്ചത്തിൽ സലാം പറയേണ്ടതാണ് എന്നുള്ള വിഷയം നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു വേണം. അവരിൽ ചിലരെ പ്രത്യേകമാക്കുക എന്നതിനേക്കാൾ നല്ലത്, ഇപ്പൊ കുറച്ച് ആളുകൾ ഇരിക്കുമ്പോൾ അവർ ചില ആളുകളെ മാത്രം പ്രത്യേകത കൊണ്ടുവരിക, അല്ലെങ്കിൽ അവർക്ക്
മാത്രം സലാം പറയാ, ഏതൊരു സലാം പറയില്ല നല്ല സുന്നത്തുണ്ട്. എല്ലാവരും മടക്കിയാൽ എല്ലാവർക്കും കൂലി കിട്ടും. ഒരാൾ മടക്കിയാൽ അവരെ തൊട്ടുള്ള ആ നിബന്ധന ഒഴിവായി കിട്ടും, അല്ലെങ്കിൽ അവരെല്ലാവരും കുറ്റത്തിലാവുകയും ചെയ്യും. ഫർദ് കിഫായ എന്ന് പറഞ്ഞാൽ നിബന്ധന ഒഴിവായി കിട്ടണമെങ്കിൽ അതിലൊരാൾ സലാം മടക്കിയാൽ മതി. അത് പ്രായപൂർത്തിയുള്ള ആളായിരിക്കണം, സലാം പറയാൻ അർഹതപ്പെട്ട ആളായിരിക്കണം എന്ന് മാത്രം. ഒരാൾ സലാം പറഞ്ഞാൽ മതി, സലാം മടക്കിയാൽ മതി. അതേ സമയത്ത് എല്ലാവരും കൂടി ഇങ്ങനെ സലാം മടക്കിയാൽ എല്ലാവർക്കും അതിന്റെ കൂലി കിട്ടുകയും ചെയ്യും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സമ്മേളന നഗരി, അല്ലെങ്കിൽ വലിയ ആളുകൾ കൂടിയ ഒരു ജുമയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടിയ ഒരു പള്ളി, ഇതുപോലത്തെ സ്ഥലത്തൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ എല്ലാവരിലും എത്താത്ത വിധം ജനങ്ങൾ ചിലപ്പോൾ അവിടെ ഉണ്ടാവും. 1-2 ജനങ്ങളല്ലല്ലോ ഉണ്ടാവുക. അങ്ങനെയാകുമ്പോൾ ഒരു സലാം പറയലേ സുന്നത്തുള്ളൂ. ഒറ്റ സലാം പറഞ്ഞാൽ മതി. ഒരു സലാം പറയും. കാരണം ഈ ഒരു പള്ളിയിൽ കയറുമ്പോൾ ഇവൻ നടന്ന എല്ലാ സഫിലും ഇങ്ങനെ സലാം പറയാൻ ഇരുന്നാൽ അത് ബുദ്ധിമുട്ടാണ്. അതെല്ലിലേക്ക് നമ്മൾ കയറി ചെല്ലുക. ഇനി ഇതാ നമ്മുടെ മർക്കസ് സമ്മേളനം വരുന്നുണ്ട്, അതേപോലെ തന്നെ SYSന്റെ സമ്മേളനം വരുന്നുണ്ട്, അതോടുകൂടി തന്നെ SJM സുന്നി ജമിഅത്തുൽ മുഅല്ലിമീൻ 25ാം വാർഷിക സമ്മേളനം വരുന്നുണ്ട്. എല്ലാം 2-3 മാസത്തിനിടയ്ക്ക് അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന സമ്മേളനങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പങ്കെടുക്കാനുള്ളതാണ്. അള്ളാഹു തആല ഇതൊക്കെ വിജയിപ്പിച്ച് പെരുമാറാവട്ടെ. അപ്പൊ ഇങ്ങനൊരു സമ്മേളന നഗരിയിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. അപ്പൊ എല്ലാവരോടും സലാം പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എല്ലാവരോടും ഇങ്ങനെ സലാം പറഞ്ഞെടുക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം? എല്ലാവർക്കും സലാം പറയുന്നതിന് പകരമായി ഒറ്റ സലാം പറഞ്ഞാൽ മതി. അത് കേൾക്കുന്നവർ കേട്ടാൽ മതി. ആ കയറി ചെല്ലുന്ന സ്ഥലത്തുള്ള ആളുകൾ കേൾക്കുന്ന രൂപത്തിൽ ഒറ്റ സലാം. പിന്നെ ഇയാള് അവിടെ ഇരിക്കാതെ അവിടെ സലാം പറഞ്ഞാൽ കയറി, പിന്നെ അയാൾ കുറേയും കൂടെ മുന്നോട്ട് തിക്കി തിരക്കി അങ്ങനെ പോയി കുറച്ച് മുമ്പ് ചെന്നൊരു സ്ഥലത്ത് ഇരിക്കാന്ന് വിചാരിക്കുക. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ചെന്നിട്ടും അയാൾക്കൊരു സലാം പറയാം. അവിടെ ഇരിക്കുന്ന ആളുകളോട് ഒരു സലാം കൂടെ പറയാം. കാരണം അയാൾ ഈ സ്ഥലത്ത് സലാം പറഞ്ഞ സ്ഥലത്തല്ല കയറിയിരിക്കുന്നത്, പിന്നെയും കുറേയും കൂടെ മുന്നോട്ട് പോയിട്ടാണ്. ഇങ്ങനെ സമയം വരികയാണെങ്കിൽ അവിടെ ഇരിക്കാൻ വേണ്ടി അയാൾക്ക് ഒരു സലാം കൂടി അവിടെ പറയാവുന്നതാണ് എന്നും പണ്ഡിതന്മാർ പഠിപ്പിച്ചിരിക്കുന്നു. മജ്മുഅയിൽ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്, അദ്കാർ നബവിയിലും ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മജ്മുഇന്റെ 4-ാം വാള്യം 530-ാമത്തെ പേജിലാണ് ഈ വിഷയം വന്നിട്ടുള്ളത്. എങ്കിൽ അവിടെ ഒരു സമ്മേളന നഗരി കയറി ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കാൻ പോകുന്ന സ്ഥലത്തോ കുറെ ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരാൾ സലാം അടക്കിയാൽ മതി. നിബന്ധന അവിടെ ഒഴിവായിക്കോട്ടെ, ഒറ്റ ആൾ സലാം അടക്കിയാൽ മതി. എന്നാൽ എല്ലാവരും ആ നിർബന്ധ ബാധ്യതയിൽ നിന്ന് ഒഴിവാകുന്നതാണ്. എല്ലാവരും സലാം അടക്കിയാലോ എല്ലാവർക്കും അതിന്റെ കൂലി കിട്ടുകയും ചെയ്യും. കൂലി കിട്ടണമെങ്കിൽ എല്ലാവരും സലാം അടക്കണം എന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരു സദസ്സിലെത്തിയാൽ സലാം പറയണം. സദസ്സിലെത്തിയാൽ സലാം പറയണം. അപ്പൊ എത്തിയാൽ മാത്രം പോരാ. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ കൂടുതലും ഒരു സ്ഥലത്തേക്കൊരു മൗലിദിന്റെ സദസ്സാവട്ടെ അല്ലെങ്കിൽ കുറെ ആളുകൾ കൂടിയ സദസ്സാവട്ടെ, അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ സലാം പറയാൻ നമ്മളൊക്കെ ഉഷാറായിരിക്കും. പക്ഷേ ആ സദസ്സിൽ നിന്ന് വിട്ടു പിരിയുന്ന സമയത്തോ നമ്മൾ സലാം പറയാറില്ല. അങ്ങനെ പരിപാടി നമുക്കുണ്ടാവാറില്ല. സലാം പറയുമ്പോൾ കല്യാണ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയും. പക്ഷെ കല്യാണ വീട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഭക്ഷണം കഴിച്ചുമല്ല ചെറിയും തുടച്ചിങ്ങ് പോരാന്നല്ലാതെ ഒരു സലാം പറഞ്ഞിറങ്ങാറില്ല. എന്നാൽ റസൂലുള്ളാഹി പഠിപ്പിച്ച എന്താ, ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയണം. സദസ്സ് വിട്ട് നിങ്ങൾ പോരുന്ന സമയത്ത് നിങ്ങൾ സലാം പറയണം. ആദ്യത്തെ സലാമിന് അവസാനത്തേനേക്കാൾ പ്രാധാന്യമൊന്നുമില്ല, രണ്ടും സമമാണ്. രണ്ടും സലാം ഒരേ രൂപത്തിലാണുള്ളത്, രണ്ടും സമമാണ്. അബൂദാബൂദ് റളിയല്ലാഹു റിപ്പോർട്ടിൽ ഹദീസ് കാണാം, തിർമിദി ഇമാമിന്റെ റിപ്പോർട്ടിലും കാണാം. അപ്പൊ ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോഴും സദസ്സിൽ നിന്ന് വിട്ടു പിരിഞ്ഞു പോരുന്ന സമയത്തും സലാം പറയേണ്ടതുണ്ട്. അങ്ങോട്ട് കയറുന്ന സമയത്ത് മാത്രം സലാം പറഞ്ഞാൽ പോരാ എന്നാണ് നാം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സലാം പറയുമ്പോൾ രണ്ട് ഭാഗത്തും അങ്ങോട്ട് കയറുമ്പോൾ പറയണം, തിരിച്ചു പോരുമ്പോഴും സലാം പറയേണ്ടതുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങളൊരാൾ ഒരു സദസ്സിൽ ചെന്നാൽ സലാം പറയണം. ഇരിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ ഇരുന്നോ, അവിടെ ഇരുന്നോ, കുഴപ്പമില്ല. ഇനി അവൻ എഴുന്നേൽക്കാൻ ഉദ്ദേശിച്ചാൽ, അതായത് എഴുന്നേറ്റ് പോരാൻ ഉദ്ദേശിച്ചാൽ വീണ്ടും ഒരു സലാം കൂടി നിങ്ങൾ പറയേണ്ടതുണ്ട്. അപ്പോ നേരത്തെ പറഞ്ഞ അതേ ഹദീസ് തന്നെ വേറെ റിപ്പോർട്ടിലൂടെ വന്നു എന്ന് മാത്രം. അപ്പൊ ഇത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട വിഷയം. നമ്മൾ എപ്പോഴും അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ സലാം പറയാറുള്ളൂ, തിരിച്ചു പോരുമ്പോൾ സലാം പറയാൻ ശ്രമിക്കാറില്ല. അത് ആണുങ്ങൾ പിന്നെയും പറഞ്ഞാൽ പെണ്ണുങ്ങൾ തീരെ പറയാറില്ല. പെണ്ണുങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് തന്നെ പലപ്പോഴും സലാമില്ല. ഇതേക്കുറിച്ച് മനസ്സിലാക്കിയ കുറേ ഉമ്മമാരൊക്കെ സലാം പറയാറുണ്ട് എന്നതല്ലാതെ പല ആളുകളും സലാം കൊണ്ട് തുടങ്ങാറില്ല. ഇന്നലെ നമ്മൾ അതേക്കുറിച്ച് പറഞ്ഞു. അപ്പൊ സലാം കൊണ്ട് തുടങ്ങുന്ന രൂപമാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. കയറി ചെല്ലുമ്പോഴും തിരിച്ചു പോരുമ്പോഴും സലാം പറയുന്ന രൂപമുണ്ടാവണം. മുആവിയത്തുൽ ഖുറാ റളിയല്ലാഹു തആല പറയാണ്, അദ്ദേഹം പറഞ്ഞു, എന്റെ പിതാവ് എന്നോട് പറഞ്ഞു, മോനെ,
നീ ഒരു നല്ല ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു സദസ്സിലിരുന്ന് പെട്ടെന്ന് നിനക്ക് എണീച്ചു പോകേണ്ട വലിയ ആവശ്യവും നിനക്ക് വന്നാൽ ആ സദസ്യർക്ക് സലാം പറഞ്ഞിട്ടേ നീ പോകാൻ പാടുള്ളൂ. കാരണം ആ സദസ്സിൽ അവരിൽ നിന്ന് വന്നുപോയ വീഴ്ചകളിൽ നീയും അതിൽ പങ്കാളിയാണ്. ആ സദസ്സിൽ വല്ല വീഴ്ചയും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നീയും പങ്കാളിയാണ്. അപ്പൊ നീ സലാം പറയുമ്പോൾ അത് മുഖേനയായി ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുകയും മടക്കിയും ഉണ്ടാകുന്നത് കൊണ്ട് ആ കുറ്റങ്ങൾക്ക് അള്ളാഹു തആല മാപ്പ് കൊടുത്തേക്കാം. അപ്പൊ അതുകൊണ്ട് ഒരു സദസ്സിൽ നീ വന്നിട്ട് അള്ളാഹുവിനെ സ്മരിക്കാതെ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നവൻ അത് കഴുത ശവത്തിന്റെ അരികിൽ നിന്ന് മടങ്ങുന്നതും തുല്യമാണ് എന്ന് മഹാനായ മുആവിയത്തുൽ ഖുറാ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് മഹാനവറുകൾ പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് മഹാനവറുകൾ വിശദീകരിക്കുന്നു. അവർ സദസ്സിലേക്ക് പോയിട്ട് അവിടെ തിരിഞ്ഞു പോരുമ്പോൾ അള്ളാഹിനെ സ്മരിക്കാതെ പോരുന്നാൽ, അഥവാ അള്ളാഹുവിനെ സ്മരിക്കാതെ പറഞ്ഞാൽ സലാം പറയാതെ വിരിഞ്ഞു പോന്നാൽ ഒരു കഴുത ശവത്തിന്റെ അരികിൽ നിന്ന് മടങ്ങുന്നതും തുല്യമാണ്. കഴുത പോയിട്ട് ആ ശവം തിന്നൂലല്ലോ, ശവത്തിന്റെ അടുത്ത് നിൽക്കുക എന്നല്ലാതെ ശവം എന്തെന്ന് കഴുതക്കറിയില്ല, ഇനി ആ ശവത്തെ തിന്നാനും കഴുതക്കറിയില്ല. ആ രൂപത്തിലാണ് അവിടെ പോയി എന്നല്ലാതെ യാതൊരു ഫലവുമില്ല. കഴുതക്ക് തുല്യമാണ് നമ്മൾ ഒരു സദസ്സ് നിന്ന് പിരിഞ്ഞു പോരുമ്പോൾ സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ. കാരണം അതേ സമയത്ത് മറ്റെന്തെങ്കിലും ഈ ശവം തിന്നുന്ന മൃഗങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് പോയി തിന്നാൻ കഴിയും. ഈ കഴുത പോയിട്ട് എന്താണ് കാര്യം? ഒന്നും തിന്നാൻ കഴിയില്ല. അതേ രൂപത്തിലാണ് ഒരു സദസ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ സലാം പറഞ്ഞു, പക്ഷേ തിരിച്ചു പോരുന്ന സമയത്ത് സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ അവൻ ആ കഴുതക്ക് തുല്യമാണ്. അപ്പൊ സലാം പറയണം. ഈ ഒരു വിഷയം തൊബറാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ത്രവാനിയിലും ബുഖാരി ഇമാം അദൽ മുഫ്രദിലെ 1009 ഹദീസായിട്ടും ഈ ഹദീസിനെ കൊണ്ടുവന്നത് കാണാം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സലാമിന്റെ വിഷയം അങ്ങോട്ട് പോകുമ്പോൾ മാത്രം പോരാ, തിരിച്ചു പോരുമ്പോഴും സലാം പറയണം എന്നത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സദസ്സിലിരിക്കുന്ന സമയത്താണ് ഒരാൾ വന്നു സലാം പറഞ്ഞു, അങ്ങ് നടന്നുപോയി. റസൂലുള്ളാഹി പറഞ്ഞു, നമ്മൾ മുമ്പ് പറഞ്ഞ ഹദീസാണ് അശ്റ എന്ന് പറഞ്ഞു, അവർക്ക് 10 കൂലി കിട്ടിയെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആളെ സലാം പറഞ്ഞത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നാണ്. അപ്പൊ പറഞ്ഞു 20 കൂലി എന്ന് പറഞ്ഞു. മൂന്നാമത്തെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു അവർക്ക് 30 പുണ്യം കിട്ടിയിട്ടുണ്ട്. കാരണം കൂട്ടി പറഞ്ഞതനുസരിച്ച് പുണ്യങ്ങൾ കിട്ടുന്നു. അതേ സമയത്ത് നാലാമതൊരാളും കൂടി പോയി. ഈ ഹദീസ് കാണാൻ ദുറുൽ മൻസൂറിൽ നാലാമതൊരാളും കൂടി ആ ഹദീസിന്റെ അടുക്കലൂടെ ഈ സദസ്സിന്റെ അരികിലൂടെ അങ്ങ് പോയി. ആ സമയത്ത് അദ്ദേഹം സലാം പറഞ്ഞില്ല. ആ സദസ്സിന് സലാം പറയാതെയാണ് അദ്ദേഹം പോയത്. റസൂലുള്ളാഹി പറഞ്ഞു, എന്തൊരു കാര്യമാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്, നിങ്ങളെ കൂട്ടുകാരൻ എന്തൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒരാൾ സദസ്സിലെത്തിയാൽ സലാം പറയണം, ഇരിക്കണമെന്ന് തോന്നിയാൽ അവിടെ ഇരിക്കുക, പിന്നെ എണീറ്റ് പോകുമ്പോഴും സലാം പറയണം എന്നത് നിങ്ങളെ സഹോദരൻ ചെയ്തില്ലല്ലോ. ഇത്ര മോശപ്പെട്ട കാര്യമാണ് അയാൾ ചെയ്തത്, കൂലി നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായ സംഭവം അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു. ദുറുൽ മൻസൂറിന്റെ 2-ാം വാള്യം 188-ാം പേജിൽ ഈ ഹദീസ് കാണാം. അതേപോലെ തന്നെ ഇബ്നു കസീറിന്റെ 2-ാം വാള്യം 325-ാം പേജിലും ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെയും വായിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഷഹ വലിയല്ലാഹി ദഹ്ലവി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറഞ്ഞു, യാത്ര പറയുന്ന സലാമിന് ഒരു പ്രത്യേകതയുണ്ട് എന്നാണ്. നമ്മൾ പിരിഞ്ഞു പോരുന്ന സമയത്തുള്ള സലാമിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? അവിടുന്ന് സ്ഥലം വിടാനാണ് എഴുന്നേറ്റതെന്ന് കൂട്ടുകാരറിയും. ഒന്നാമത്തതാണ്. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ സലാം പറഞ്ഞിരുന്നു, നമ്മൾ അവിടെ ഇരുന്നു, കുറച്ച് കഴിഞ്ഞ് എണീറ്റും സലാം പറയുമ്പം കൂട്ടുകാർക്ക് മനസ്സിലാവും ഇയാൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പൊ ഇയാൾക്ക് ഇവിടുന്ന് പോകാനായിട്ടുണ്ട് എന്ന് കൂട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല ക്ഷീണമകറ്റാനോ പറയുന്നത് തിരിച്ച് വീട്ടിലേക്ക് അല്ലെങ്കിൽ ഇദ്ദേഹം വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയാണ് എന്ന് വെച്ചാൽ ഇപ്പൊ അടുത്തൊന്നും അയാൾ ഇതിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നും ആ കൂട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനവറുകൾ പഠിപ്പിക്കാം. അത് മാത്രമല്ല, അയാളോട് പോകുന്ന സമയത്ത് അയാളോട് എന്തെങ്കിലും ഒന്ന് പറയണം എന്ന് വിചാരിച്ചൊരു കൂട്ടുകാരൻ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ, ആ കൂട്ടത്തിൽ പക്ഷേ വന്നത് കണ്ട് സലാം പറഞ്ഞു, അയാൾ പോകുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്, 1-2 വിഷയം അയാളെ ധരിപ്പിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കിയ സുഹൃത്ത് രണ്ടാമത് ഇയാൾ സലാം പറയുമ്പോൾ മനസ്സിലാക്കുമെന്ത്, അയാൾ പോവുകയാണ്. അപ്പൊ അയാളോട് പറയാനുള്ളത് പെട്ടെന്ന് ചെന്ന് പറയണം. അയാൾ പോകുന്നു എന്ന വിവരം ഇദ്ദേഹത്തിന് അറിയാൻ കഴിയും എന്നും മഹാനവറുകൾ അവിടെ വിശദീകരിക്കുക. അതേസമയത്ത് സലാം പറയാതെ അങ്ങ് പോയാൽ, സലാം പറയാൻ തിരിഞ്ഞു പോയാൽ ഇവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ കാണുകയില്ല. അപ്പൊ അദ്ദേഹത്തിന് കണ്ടു കിട്ടിയതാണല്ലോ, 1-2 വിഷയം പറയാനുണ്ടായിരുന്നല്ലോ, അയാൾ പോയി കഴിഞ്ഞല്ലോ എന്നൊരു നിരാശയായിരിക്കും ഈ കൂട്ടുകാരന്റെ മനസ്സിലുണ്ടാവുക. അപ്പൊ ആ മനസ്സിൽ അതില്ലാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം പോകുന്നു എന്നൊരു സൂചന കൊടുക്കാനും കൂടി ഇത് കഴിയും. മാത്രമല്ല അതിൽ മറ്റൊരു വിഷയം കൂടി ഉണ്ട്, മഹാനവറുകൾ പഠിപ്പിക്കുന്നു. അതിന് പുറമെ ഏറ്റവും മഹത്തായ മറ്റൊരു വിഷയമുണ്ട്.
ഒരു സദസ്സിൽ നിന്ന് ഒരാൾ എണീറ്റ് പോകുമ്പോൾ ഈ സദസ്സ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ അയാൾ പോകുന്നത്, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രഭാഷണം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഞങ്ങളെ യോഗത്തിന് എതിരഭിപ്രായമുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഞങ്ങളോട് ഇതിനെ ബഹിഷ്കരിച്ചു കൊണ്ടാണോ പോകുന്നത് എന്നൊക്കെ ഒരു പക്ഷേ തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം. ആ തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാനും ഏറ്റവും ഉതകുന്ന പരിപാടിയാണ് അദ്ദേഹം എണീച്ചു പോകുമ്പോൾ ഒന്ന് സലാം പറഞ്ഞു പോവുക എന്നുള്ളത്. ഒന്ന് സലാം പറഞ്ഞു പോകുമ്പോൾ ആളുകൾ മനസ്സിലാക്കും അയാൾ വെറുപ്പ് കൊണ്ട് പോവുകയല്ല. വെറുപ്പ് കൊണ്ട് പോകുന്ന ആൾ സലാം പറഞ്ഞു പോകില്ലല്ലോ. അപ്പൊ ഈ വെറുപ്പ് കൊണ്ടല്ല ഇയാൾ പോകുന്നത് എന്ന് ആ സദസ്സിനെ മനസ്സിലാക്കാനും ഉതകുന്ന രൂപമാണ് സദസ്സിൽ നിന്ന് എണീറ്റ് പോകുമ്പോൾ സലാം പറയുക എന്നുള്ളത് എന്ന് മഹാനായ ഷഹ് വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന കിതാബിന്റെ 2ാം വാള്യം 198-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. അപ്പൊ ഒരു സദസ്സിൽ നിന്ന് എണീറ്റ് ആ സദസ്യരോട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവർക്ക് സലാം പറയുക എന്നുള്ളത് സുന്നത്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ ഹദീസുകളൊക്കെ അതിന് തെളിവായി നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇനി ഈ വിഷയം നമ്മൾ മറന്നു പോകാൻ പാടില്ല. അപ്പൊ കണ്ടുമുട്ടുമ്പോൾ സലാം പറയൽ സുന്നത്തുള്ളത് പോലെ തന്നെ വിട്ടുപിരിയുമ്പോഴും സലാം പറയൽ സുന്നത്താണ്. ഷെർ മുഹദ്ദിന്റെ 4ാം വാള്യം 505-ാം പേജിലും 506-ാം പേജിലും ഈ വിഷയം പറയുന്നുണ്ട്. അപ്പൊ കണ്ടുമുട്ടുമ്പോൾ മാത്രമല്ല വിട്ടുപിരിയുന്ന സമയത്തും സലാം പറയുക എന്നുള്ളത് നമ്മുടെ കടമയിൽപ്പെട്ടതാണ്. ഇതുവരെ അങ്ങനെ സലാം പറയാത്ത കൂട്ടുകാർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഒരു സദസ്സിലേക്ക് വരുന്ന സമയത്തും സദസ്സിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്തും ഇനിയും പോയിട്ട് സലാം പറയുന്ന ഒരു രൂപം നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലാഹു തആല നമുക്ക് അതിനൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ സലാം പറയുക എന്നുള്ളത് ഒരുപാട് വലിയ കാരണങ്ങളാണ്. അതേ സമയത്ത് ഇപ്പൊ ഒരു സദസ്സിലേക്ക് കയറി ചിലപ്പോൾ ഗുഡ് മോർണിംഗ് പറയലോ, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാക്കുകൾ പറയലോ, നമസ്കാരം പറയലോ, ഇതൊന്നും സലാമിന്റെ ഭാഗത്തെത്തുകയില്ല. മുമ്പ് നമ്മൾ പറഞ്ഞു, ഒരു വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് വല്ലാതെ വിശന്നുകൊണ്ടിരിക്കുക ഒരു മനുഷ്യൻ വിചാരിക്കുക, തീരെ ഭക്ഷണം കിട്ടാത്ത ഒരു മനുഷ്യന്റെ അടുത്ത് നിന്നിട്ട് നിങ്ങൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവന് ഗുഡ് മോർണിംഗ് അല്ല, ആ സമയത്ത് അവന് ബാഡ് മോർണിംഗ് ആണുള്ളത്, അവന് ഗുഡ് അല്ല അവനുള്ളത്. കാരണം അവൻ വിഷമിച്ചിരിക്കുക, ഈ സമയത്താണ് അവന്റെ ഗുഡ് മോർണിംഗ് അല്ലേ. ഈ ഗുഡ് മോർണിംഗ് തന്നെ എപ്പോഴും പറയാനും പറ്റില്ല. ഉച്ചയ്ക്ക് ശേഷം ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ പറയും. അങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം അവന് ബാഡാണ്, അവന് ഗുഡല്ല. അതേ സമയത്ത് എല്ലാ സദസ്സിലും എല്ലാ ആളുകളടുത്തും ചെന്ന് പറയും, ആരോടും ചെന്ന് പറയാം. മരിച്ച വീട്ടിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആളെടുത്ത് ഗുഡ് മോർണിംഗ് പറയാൻ പറ്റൂല. അവിടെ ഗുഡ് മോർണിംഗ് അല്ല അവർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം അവൾ വല്ലാതെ വിഷമത്തിലാണ്. അവിടെ അവർ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ ചെന്ന് ഗുഡ് പറയുന്നത് അള്ളാഹു ദേവനോടും പറയാം. വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു മനുഷ്യനോടും അള്ളാഹ് നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു സംശയമില്ല. എല്ലാവർക്കും തിരിച്ചും വഅലൈക്കും സലാം, നിങ്ങളെയും അള്ളാഹു രക്ഷിക്കട്ടെ എന്നേ പറയുകയുള്ളൂ. അത് സന്തോഷവേളയിലും പറയാം. നല്ല സന്തോഷവേള ചെന്നിട്ടും അസ്സലാമു അലൈക്കും പറയാം. ഏത് സ്ഥലത്തും എങ്ങനെയും കയറി ചെന്ന് പറയാൻ പറ്റിയ നല്ലൊരു വാക്കാണ് അസ്സലാമു അലൈക്കും എന്നുള്ളത്. അതാണ് നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. ഫോൺ ചെയ്യുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ അറിയുന്ന ഒരാളാണ് വിളിക്കുന്നതെങ്കിൽ ഹലോ വാക്കങ്ങ് ഒഴിവാക്കുക. അറിയുന്ന ആളാണ്, ഇദ്ദേഹമാണ് ഇതിന് പിന്നിലുള്ളത് എന്നോ അല്ലെ ഇദ്ദേഹമാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അസ്സലാമു അലൈക്കും കൊണ്ട് തുടങ്ങാം. കാരണം മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാൽ പിന്നത് അസ്ഥാനത്താണെന്നാണ് തുഹ്ഫയിലുള്ളത് എന്ന് തഅവാ ഉസ്താദ് പാടിയത് കാണാം. അപ്പൊ സലാം കൊണ്ട് സ്നേഹം വർദ്ധിക്കുന്ന ഏറ്റവും മഹത്തമായ വിഷയം കൂടിയാണ്. അപ്പൊ സലാം കൊണ്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പൊ വേറെ വിഷയങ്ങൾ കൊണ്ടല്ല നമ്മൾ തുടങ്ങേണ്ടത്. ആദ്യം സലാം കൊണ്ട് തുടങ്ങുക. അപ്പൊ നമ്മൾ ഈ ഫോൺ ചെയ്യുന്ന സമയത്ത് ഹലോ ഒഴിവാക്കിക്കൊണ്ട് അങ്ങ് സലാം കൊണ്ട് തുടങ്ങിയാൽ ഏറ്റവും നല്ലതാണ്. അറിയുന്ന ആളുകളാണെങ്കിൽ. അറിയാത്തതാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സലാം കൊണ്ട് തുടങ്ങാൻ കഴിഞ്ഞോളണമെന്നില്ല. മറുഭാഗത്തുള്ള ചിലപ്പോൾ ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, ഖാദിയാരെ, തബ്ലീഗ് എല്ലാ അണ്ടനും അടകോടനും ഉണ്ടെങ്കിൽ അവരോടൊന്നും നമ്മൾ സലാം പറയാൻ പാടില്ലെന്നല്ലേ. അമുസ്ലിങ്ങളോട് സലാം പറയാൻ പാടില്ല, ഹറാം എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. മുജാഹിദ് ജമാഅത്തിനോട് സലാം പറയാൻ പാടില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ആളുകളോട് നമ്മൾ സലാം പറയേണ്ടതില്ല. ഈ സലാം പറയുമ്പോൾ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച ഒറിജിനൽ എപി സുന്നിയാണെന്ന് തീർച്ചയായും നിങ്ങൾ സലാം പറഞ്ഞു, യാതൊരു സംശയവും വേണ്ട. ഇന്ന് സുന്നത്ത് ജമാഅത്ത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ആ കൂട്ടരുടെ കയ്യിലേ ഉള്ളൂ എന്നുള്ളതിന് സംശയമില്ല. എല്ലാവർക്കും സംശയമൊന്നുമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആദർശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗം എപി വിഭാഗം മാത്രമേ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പൊ ആ ആളുകളോട് സൗകര്യപൂർവ്വം നിങ്ങൾ ആ ആളുകളോട് നിർബന്ധമായിട്ട് പറഞ്ഞുകൊള്ളണം. അതേ സമയത്ത് മുമ്പൊക്കെ ഈ വരല്ലാലിൻ എന്ന് പറയുന്ന ഒരു ജുബ്ബ, അതായത്
ഈ ഏപ്പിക്കാരുടെ ജുബ്ബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ജുബ്ബയുണ്ട്. വരല്ലാലീൻ എന്ന് പറയും. നമ്മളൊക്കെ വരല്ലാലി എന്ന് പറയാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെ പറയാം. അതായത് നമ്മുടെ ഖബർ ഉലമ കാന്തപുരം ഉസ്താദ് ധരിക്കാറുള്ള ആ രൂപത്തിലുള്ള ജുബ്ബ. ആ ജുബ്ബ ധരിച്ച ഒരാൾ മനുഷ്യൻ നടന്നു പോകുന്നത് ചെമ്മാട് ടൗണിലൂടെ കണ്ടാൽ, ഇന്നത്തെ ചെമ്മാട് എനിക്കറിയില്ല, പഴയ കാലത്ത് ചെമ്മാട് ടൗണിലൂടെ പോയാൽ മറുഭാഗത്തിന്റെ ആളുകൾ സലാം പറയില്ലായിരുന്നു എന്നാണ്. എന്നാൽ അവർക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സലാം പറയാൻ അർഹർ AP ഭാഗത്ത് മാത്രമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഏതോ ആവട്ടെ, ഞാൻ അതിലേക്ക് എടുക്കുന്നില്ല. അപ്പൊ ഏതായിരുന്നാലും സുന്ന ജമാഅത്തിന്റെ ആളുകളോടാണ് സലാം പറയേണ്ടത്, ഇതര വിഭാഗത്തോട് സലാം പറയാൻ പോകരുത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോഴും സദസ്സിൽ നിന്ന് വിട്ടുവരുന്ന സമയത്തും സലാം പറയുകയും ചെല്ലുന്ന ആ ഒരു രൂപം, ആ ഒരു രീതി നമ്മൾ കൊണ്ടു നടക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി വേറെ ഒരാൾ ഇന്നലെ ചോദിച്ചൊരു ചോദ്യം കൂടി പറയാം. ഇന്ന് നമുക്ക് ഒരു വിഷയം പറയാം. ഇന്നലെ ഒരാൾ ചോദിച്ചു, നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയിൽ ഈ ഖത്തീബ് വരുന്ന സമയത്ത് പിന്നെ നേരെ വന്ന് മീറാബ് കയറിപ്പോയി എന്നിട്ട് സലാം പറയലാണ്. അതേ സമയത്ത് ഞാനൊരു സ്ഥലത്ത് കൂടിയ സമയത്ത് അദ്ദേഹം പറയാണ്, ഞാനൊരു പുതിയ സ്ഥലത്ത് ഇപ്പോൾ അടുത്ത് കൂടി ചെന്ന സമയത്ത് അദ്ദേഹം 3 സലാം പറഞ്ഞിരുന്നു. അങ്ങനെയുണ്ടോ എന്നാ? അയാളുടെ നാട്ടിൽ അങ്ങനെയില്ല. അയാളുടെ നാട്ടിൽ അങ്ങനെ ഒരു വിഷയമില്ല. ഇപ്പോൾ എങ്ങനെ നേരെ ഖത്തീബ് നേരെ കയറി വന്ന് മുക്കിലെ വാള് കൊടുക്കും, ആ വാളും കയറി മുപ്പര് മിമ്പർമേൽ കയറും, തിരിഞ്ഞു സലാം പറയും. ഇങ്ങനെയാണ് അത്ര അദ്ദേഹത്തിന്റെ നാട്ടിലുള്ളത്. അതേ സമയത്ത് പുതിയൊരു നാട്ടിലേക്ക് ആദ്യം അയാൾ ജുമഅക്ക് കൂടിയപ്പോൾ അവിടെ മുമ്പിലത്തെ സഫിലിരിക്കുകയും ചെയ്തപ്പോഴാണ് ഇയാൾ ശ്രദ്ധിക്കുന്നത് 3 സലാം പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊരു വിഷയമുണ്ടോ എന്നാണ് ഒരു സാധു ചോദിച്ചിട്ടുള്ളത്. അത് ഞാൻ അതിൽ മനസ്സിലാക്കുന്ന ഒന്ന്, അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു പക്ഷേ ആ ഖത്തീബ് എപ്പോഴും നല്ലതാണല്ലോ മനസ്സിലാക്കണ്ടേ. ഖത്തീബ് സലാം പറയുന്നുണ്ടാവും, ഇദ്ദേഹം കേൾക്കാത്തതുകൊണ്ടാവാം. 3 സലാം പറയുന്നുണ്ടാവും, ഇദ്ദേഹം കേൾക്കാത്തതുകൊണ്ടാവാം. അതല്ലെങ്കിൽ ഖത്തീബിന് അതേക്കുറിച്ച് പറയാത്തത് കൊണ്ടാവും. അല്ലെങ്കിൽ അതേക്കുറിച്ച് ഖത്തീബിന് അറിയാത്തത് കൊണ്ടാവാം. ഇങ്ങനെയുണ്ടാവാം. അപ്പൊ ഏതായിരുന്നാലും ഈ ഒരു രൂപത്തിലൊക്കെ സലാം പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ചോദ്യം. അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അങ്ങനെ 3 സലാം പറയൽ സുന്നത്തുണ്ട്. അങ്ങനെ ഒരു സലാം പറയൽ സുന്നത്തുണ്ട്. ഈ ഖത്തീബായ മനുഷ്യൻ റൂമിൽ നിന്ന് പുറത്തേക്ക് അടുക്കുമ്പോൾ സലാം കൊണ്ട് തുടങ്ങിയ ഒരു സദസ്സിലേക്ക് വരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സദസ്സിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ ഫസ്റ്റ് സലാം പറയൽ സുന്നത്തുണ്ട്. എന്നിട്ട് അവിടെ കഴിഞ്ഞ് മിഹ്റാബിന്റെ തൊട്ട് താഴെയുള്ള ആ ലൈൻ, ആ സഫിലേക്കും ഒരു സലാം പറയൽ എന്തുണ്ട്? സുന്നത്തുണ്ട്. അങ്ങനെ 2 സലാം. മൂന്നാമത് ജനങ്ങളിലേക്ക് മൊത്തമായി തിരിഞ്ഞു നിന്നിട്ട് മൂന്നാമത്തെ ഒരു സലാം പറയേണ്ടതുണ്ട്. അപ്പൊ അതെന്തിനാണ്? അവിടെ കുറെ വിഷയങ്ങൾ കാണാം. ചില ആളുകൾ പറഞ്ഞു അതാണ് യഥാർത്ഥ സലാം, അതെല്ലാവരും കേൾക്കാൻ വേണ്ടി ഉച്ചത്തിൽ പറയുന്ന സലാം ആയതുകൊണ്ടാണ് വലുതായി പറയുന്നത്. അതേ സമയത്ത് ചില ആളുകൾ പറഞ്ഞു അതങ്ങനെയല്ല. അവിടെ 2ാമത്തെ സലാം മതി. യഥാർത്ഥത്തിൽ ആദ്യം സലാം പറഞ്ഞു, ആ 2ാമത്തെ സലാം പറഞ്ഞു, പിന്നെ ഇയാൾ കൂടെ ഖത്തീബ് ഒന്ന് തിരിയല്ലോ. തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ കണ്ണിൽ അവർ കാണുന്നില്ല. അപ്പൊ വീണ്ടും തിരിഞ്ഞ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു മരത്തിന്റെ പിന്നിലേക്കോ അല്ലെങ്കിൽ മരത്തിന് ചുറ്റോ തിരിഞ്ഞു വരുമ്പോഴേക്ക് വീണ്ടും സലാം പറയേണ്ടതുണ്ട് എന്നല്ലേ. അപ്പൊ ആ തിരിച്ചുകൾ വന്നതുകൊണ്ട് 3ാമതൊരു സലാം പറയലാണ്. ഏതായിരുന്നാലും 3 സലാം അവിടെ പറയൽ ഖത്തീബായ ആളുകൾക്ക് സുന്നത്താണ്. മിമ്പറിൽ കയറി വീണ്ടും സലാം പറയുന്നത് അയാൾ സലാം പറഞ്ഞ ശേഷം കയറുന്ന ജോലിയിൽ ഏർപ്പെട്ടതിനാലാണ്. ഒരാൾ സലാം പറഞ്ഞ് വല്ലതിലേക്ക് ഏർപ്പെട്ട് വീണ്ടും അവരിലേക്ക് മടങ്ങിയാൽ ആ ഇടവേള എത്ര കുറച്ചാണെങ്കിലും വീണ്ടും സലാം പറയൽ സുന്നത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് എന്ന് ഷർവാനിയുടെ 2ാം വാളി 460-ാമത്തെ പേജിൽ കാണാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സലാം പറയാം. ഇനി അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അടയ്ക്കണം. ഏതാണ് വിഷയം? സലാം കൊടുത്തയക്കാൻ പറ്റുമോ എന്നതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അല്പസമയം കൂടി ബാക്കിയുണ്ട്. ഒരാൾ ചോദിച്ച, ഉസ്താദെ ഫോണിലൂടെ നിരന്തരം വിളിക്കുകയാണെങ്കിലോ ഓരോ ഫോണിലും ചൊല്ലേണ്ടതുണ്ടോ? ഉണ്ടല്ലോ, ഓരോ പ്രാവശ്യം ഓരോ വിഷയങ്ങളല്ലേ. ഒരു സംസാരിച്ചുകൊണ്ടിരുന്നാൽ കഴിഞ്ഞ് വെച്ചില്ലേ, 2ാമത് വീണ്ടും പറയുമ്പോൾ വീണ്ടും സലാം പറയാം, വീണ്ടും ഇങ്ങനെ സലാം പറയാം. അപ്പൊ അതാണ്, അങ്ങനെയാണ്. അപ്പൊ വലല്ലാലീൻ എന്നതിന്റെ പേര് വരാൻ കാരണം എന്താണ്? ഷക്കുദുസ്താദിന്റെ ചോദ്യം. അതിന് മറുപടി എന്താ? എപ്പിക്കാരെ പിശാചിന് പേടിയായതുകൊണ്ടാണ് ഷക്കുദുസ്താദ്. ചോദ്യം ഉത്തരം പറ്റും, കുഴപ്പമില്ല. ഏതായിരുന്നാലും അവർ തമ്മിലായിക്കോട്ടെ, നമ്മൾ അതിൽ ബന്ധപ്പെടാൻ പോകണ്ട. പിന്നെ വലല്ലാലീൻ ഒരാൾ ചോദിച്ചു, വലല്ലാലീൻ എന്ന് പറയാൻ കാരണം എന്താണ്? അത് ഫാത്തിഹ മുഴുവനായിട്ടുണ്ട്. ഫാത്തിഹ മുഴുവനായാലും എല്ലാം പൂർത്തി അതുകൊണ്ടാണെന്ന് പറഞ്ഞു.
എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഫാത്തിഹ. വലല്ലാലീൻ കഴിഞ്ഞാൽ ആദ്യം മുതൽ അൽഹംദു മുതൽ വലല്ലാലീൻ മുഴുവനായിട്ടുണ്ട്. അപ്പോൾ മുഴുവനുള്ളവർക്കുള്ള ഷർട്ടാണ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. എന്തോ നമുക്കറിയില്ല. വ്യക്തമായിട്ട് ഉത്തരം അറിയുന്നവർ പറഞ്ഞ് നമുക്ക് തിരിയും. ഏതായിരുന്നാലും അവരിലേക്ക് വിട്ടുകൊടുക്കുന്നു. അങ്ങനെയാവാം. അപ്പോ ഓരോ ഫോണിലും നമുക്ക് സലാം പറയാവുന്നതാണ്. എന്നാൽ അതിനും ഉത്തരം കഴിഞ്ഞ് ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത്, നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്, ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് സലാം കൊടുത്തയക്കാൻ പറ്റുമെന്നാണ്. സലാം നമ്മളുണ്ടല്ലോ, ഒരാൾക്ക് സലാം കൊടുത്തയക്കൽ, അങ്ങനെ സലാം കൊടുത്തയക്കാൻ പറ്റുമോ? പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉപ്പ ഇതാ അങ്ങേക്ക് സലാം പറഞ്ഞിട്ടുണ്ട്, അങ്ങേക്ക് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ എന്ത് പറഞ്ഞു? വഅലൈക്കുമുസ്സലാം വഅലാ അബീക്കസ്സലാം എന്ന് തിരിച്ചുകൊണ്ട് സലാം പറഞ്ഞു. നിങ്ങൾക്കും നിങ്ങളുടെ ഉപ്പക്കും അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ എന്ന് തിരിച്ചു പറഞ്ഞു. അപ്പൊ സലാം പറഞ്ഞേക്കുക എന്ന പരിപാടിക്ക് തെളിവായി. അങ്ങനെ സലാം പറഞ്ഞേക്കാം, കൊടുത്തേക്കാം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നൊരു ഹദീസ് കാണാം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷ, ഇതാ ഇവിടെ ജിബ്രീൽ വന്നിട്ടുണ്ട്, ജിബ്രീൽ നിങ്ങൾക്ക് സലാം പറയുന്നുണ്ട് ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു. ആ സമയത്ത് ആയിഷ ബീവി എന്ത് പറഞ്ഞു? വഅലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം ചൊല്ലി തിരിച്ചു മടക്കി എന്ന് ബുഖാരി മുസ്ലിം നമുക്ക് റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. അപ്പൊ അങ്ങനെ സലാം പറഞ്ഞു കേൾക്കാം, ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ് എന്നതാണ് നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന. അപ്പൊ ഒരാൾ അവിടെ ഇല്ലാത്ത സമയം, അയാളില്ലാത്ത ഒരാൾക്ക് വേണ്ടി സലാം അയച്ചു കൊടുക്കൽ അത് സുന്നത്താണ്. ധർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു, അങ്ങനെ സലാം പറഞ്ഞേക്കൽ അത് സുന്നത്താണ്. അത് ഏറ്റെടുത്ത ആളെന്ത് ചെയ്യണം? അത് നിശ്ചിത വ്യക്തിക്ക് എത്തിച്ചു കൊടുക്കൽ അത് നിർബന്ധവുമാണ്. ഒരാളോട് എന്റെ സലാം ഇന്നാക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ ഏൽപ്പിക്കപ്പെട്ട വ്യക്തി നിർബന്ധമായും ഇയാൾക്ക് എത്തിച്ചു കൊടുക്കണം. അത് നിർബന്ധമാണ്. സലാം കൊടുത്തേക്കൽ സുന്നത്തേ ഉള്ളൂ, പക്ഷെ അവിടെ ഏൽപ്പിച്ചു കൊടുക്കലോ അത് നിർബന്ധവുമാണ്. കാരണം അത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചൊരു സ്വത്താണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സൂക്ഷിപ്പ് സ്വത്താണ്. സലാം പറയല്ല, ഈ സലാം ഇന്ന ആൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് അവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ ഏൽപ്പിക്കപ്പെട്ട, ഇത് സ്വീകരിച്ച ആളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. എത്തിച്ചു കൊടുക്കാൻ നിർബന്ധമാണ്. അതൊരു സൂക്ഷിപ്പ് സ്വത്താണ്. അത് നിർവഹിക്കൽ നിർബന്ധമാണ്. ആ സലാം അയാൾ തൃപ്തിയോടെ ഏറ്റെടുത്താൽ മാത്രമേ ഇവിടെ നിർബന്ധമാകുന്നുള്ളൂ. അതേ സമയത്ത് ഞാൻ കണ്ടാ കൊടുക്കാം, ഇത് മറന്നില്ല കൊടുക്കാം എന്ന രൂപത്തിലാണ് പറയുന്നതെങ്കിലോ, എന്നാൽ അവിടെ നിർബന്ധമൊന്നുമില്ല. മറന്നില്ല കൊടുത്താൽ മതിയല്ലോ, കണ്ടാ കൊടുത്താൽ മതിയല്ലോ. അതേ സമയത്ത് ഞാൻ ഈ സലാം അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ എത്തിക്കൽ നിർബന്ധമാണ്. സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ എത്തിച്ചെടുക്കൽ നിർബന്ധമില്ലല്ലോ. അപ്പൊ അല്ല, എനിക്ക് നടക്കൂല കേട്ടോ, ഞാൻ അയാൾ കാണൂല, ഞാൻ എന്നെ വഴിക്ക് പോവുകയാണ്, അപ്പൊ കാണണ്ടാവൂല, നിങ്ങൾ തന്നെ വേറെ ആരെ ഏൽപ്പിച്ചാളി എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല, അയാൾക്ക് നിർബന്ധമില്ല. അതേപോലെ തന്നെ ഒരാളെ നമ്മൾ സലാം പറഞ്ഞതാ, ഇനി സലാം അവിടേക്ക് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അയാൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല, ഏറ്റെടുത്തു എന്നും പറഞ്ഞില്ല, ഏറ്റെടുത്തില്ല എന്നും പറഞ്ഞില്ല. എന്നാലും അയാൾക്ക് എന്തില്ല, നിർബന്ധമില്ല. കാരണം അയാൾ ഉച്ചരിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ഞാനത് ഏറ്റെടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അയാൾക്കത് നിർബന്ധമില്ല എന്ന് തുഹ്ഫ 9-ാം വാള്യം 226, 227 പേജിൽ നോക്കിയാൽ കാണാം. അപ്പൊ അസ്സലാമു അലൈക്കും എന്നുള്ള ഒരാൾ ഏൽപ്പിച്ചു കൊടുത്താൽ അത് അയാൾ ഏറ്റെടുത്താൽ മാത്രമേ മറ്റുള്ളവരെ എത്തിച്ചു കൊടുക്കേണ്ടതുള്ളൂ. അപ്പൊ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കൽ സുന്നത്താണ്. ഏൽപ്പിച്ചു കൊടുത്തവൻ അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്തിച്ചു കൊടുക്കൽ അത് നിർബന്ധവുമാണ്, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അതേ സമയത്ത് ഇവിടെ വേറെ വിഷയം കൂടെ ഉണ്ട്. ഇയാൾ ഏറ്റെടുത്തു, അത് പറയാൻ നിർബന്ധമുണ്ടോ ഇല്ലെന്ന് ആർക്കാ സലാം പറയേണ്ടത്? നിയമത്തിനോട് യോജിച്ച രൂപത്തിലുള്ള സലാം മാത്രമേ ഇവിടെ നിർബന്ധമുള്ളൂ. നിയമത്തിനോട് യോജിക്കാത്ത സലാം, ഉദാഹരണമായിട്ട് ഇപ്പൊ ഒരാൾ പറയാം, എന്റെ സലാം എന്റെ പെങ്ങൾക്ക് ഞാനിപ്പോ ഒരു സലാം പറഞ്ഞേക്കെന്ന് വിചാരിക്കുക, ആരുടെ കയ്യിൽ? ഒരു അന്യപുരുഷന്റെ കയ്യിൽ. അത് ശരിയല്ല. കാരണം അവളോട് പോയി സലാം പറയാൻ പറ്റില്ല, അവൻ അന്യവനാണ്. എനിക്ക് എന്റെ പെങ്ങളാണ്, എനിക്ക് ഞാൻ അന്യനല്ല. അല്ലെ എന്റെ ഭാര്യയാണ്, എനിക്ക് അന്യനല്ല. അതേ സമയത്ത് ഈ കൊടുക്കുന്ന വ്യക്തിക്ക് അന്യയാണ്, എന്നാൽ അവൻ ആ സലാം അവിടെ കൊടുക്കാൻ നിർബന്ധമില്ല. കാരണം അവനെ സംബന്ധിച്ചുള്ള നിയമത്തിനോട് യോജിക്കാത്ത പരിപാടിയാണ് എന്നതാണ് കാരണം. അതേപോലെ തന്നെ ഇപ്പൊ ഒരാൾ സലാം പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തു വിചാരിക്കുക, പിന്നീട് മനസ്സിലാകുന്നത് അവിടെ ചെന്നപ്പോൾ അവൻ മുജാഹിദാണ്, അവൻ ജമാഅത്തെ ഇസ്ലാമിയാണ്, കാദിയാനിയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള തമ്മാടിയാണ് എന്ന് മനസ്സിലാക്കിയാൽ അവനോട് നമ്മൾ സലാം പറയൽ അവിടെ നിർബന്ധമില്ല. കാരണം നിയമത്തിനോട് യോജിച്ച രൂപത്തിലുള്ള സലാം അല്ല. അപ്പൊ അങ്ങനെ രൂപത്തിലാണെങ്കിലേ നമുക്ക് എത്തിക്കേണ്ടതുള്ളൂ, നിയമത്തിന് യോജിച്ച രൂപത്തിലാണെങ്കിലേ എത്തിച്ചു കൊടുക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കൽ അത് നിർബന്ധമില്ല എന്ന് കിതാബിലൊക്കെ വ്യക്തമായി പറയുന്നതായിട്ട് കാണാം.
അതേപോലെ തന്നെ ഈ രൂപത്തിലുള്ള ആളുകളോട് ഫോണിലും നമ്മൾ സലാം അറിയരുത്. ഈ രൂപത്തിലുള്ള ആളുകൾ ഫോണിലും സലാം പറയുന്ന നിഷേധികളായ പുത്തൻവാദികളായ ആളുകൾ സ്ത്രീകളോട് ഇവരോടൊന്നും ഫോണിൽ സലാം പറയാൻ പോകണ്ട, അന്യ സ്ത്രീകളോട് സലാം പറയാൻ പോകണ്ട, അന്യ സ്ത്രീകൾ പറഞ്ഞാൽ മടക്കാനും പോകണ്ട. അവിടെ ഫിത്ന ഇല്ല എങ്കിൽ അനുവദനീയമാണ് എന്ന് കിതാബ് കാണാം. അവിടെ ഫിത്ന ഇല്ല എങ്കിൽ അനുവദനീയമാണ്. ഇന്നത്തെ കാലത്തൊക്കെ ഫിത്ന എന്നൊക്കെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഈ സലാം ആദ്യം സലാം കൊണ്ട് തുടങ്ങും. അത് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിലാണെങ്കിൽ പിന്നെ അത് നിർത്തിക്കാനുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതുകൊണ്ട് സലാം പറഞ്ഞ് പിന്നെ ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ, ഒരാൾക്ക് സലാമിനെ കൊടുക്കണമെങ്കിൽ അയാൾ ഇതിന് പറ്റിയ ആളായിരിക്കണം. എങ്കിലേ ഏറ്റ വ്യക്തി അത് കൊടുക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ അയാൾക്ക് നിർബന്ധമില്ല. ഇന്ന ആൾക്ക് എനിക്ക് വേണ്ടി സലാം പറയുക എന്നോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞാൽ മതിയാവുമെന്നും ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞോളണമെന്നില്ല. ഉദാഹരണമായിട്ട് ഇന്റെ സലാം ഇനി അങ്ങോട്ട് പറഞ്ഞാളാന്ന് പറഞ്ഞു. ഇന്റെ സലാം ഞാൻ സലാം പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞാളാ എന്ന് പറഞ്ഞാലും അങ്ങനെ മതി എന്നൊരഭിപ്രായമുണ്ട്. ഇപ്പോ ആളൂർ മുസ്തഫാളൂർ ചോദിക്കും പോലെ അസ്സലാമു അലൈക്കും എന്ന് തന്നെ വ്യക്തമായിട്ട് പറയണമെന്നില്ല എന്ന് എന്റെ സലാം പറഞ്ഞാളാ എന്ന് പറഞ്ഞാലും അത് മതിയാകുമെന്നും ചില ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നബി ഇമാം അദ്കാറിൽ പറയുന്നത് ഒരാളോട് താങ്കൾ ഇന്ന ആളോട് എന്റെ സലാം പറയുക എന്ന് പറഞ്ഞു, എന്നാൽ ആർക്കാണോ സലാം കൊടുത്തയച്ചത് അയാളോട് തന്നെ ഈ ദൂതനായ ആള് ഇന്നയാൾ നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇതായി സലാം എന്നോ എന്നൊക്കെ പറയൽ അവിടെ നിർബന്ധമാണ്. കാരണം ഒരാൾ സലാം പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന എന്റെ സലാം നീ അങ്ങോട്ട് പറഞ്ഞാളാ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നുകൊണ്ട് നിങ്ങൾക്ക് ഇന്നയാൾ സലാം പറഞ്ഞിട്ടുണ്ട് അസ്സലാമു അലൈക്കും എന്ന് തന്നെ പറയണം. അതാണ് വേണ്ടത്. അതാണ് ഉത്തമമായ മാതൃക. ഒരാളോട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെല്ലുമ്പോൾ ഇന്ന ആളോട് എന്റെ സലാം പറയണം അസ്സലാമു അലൈക്കും എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചാൽ അവിടെ ചെന്നുകൊണ്ട് നിങ്ങളോട് ഇന്ന ആൾ സലാം പറഞ്ഞിട്ടുണ്ട് അസ്സലാമു അലൈക്കും എന്ന് അവിടെ സലാം പറയണം. അങ്ങനെയാണ് സലാം പറയേണ്ടത്. അതാണ് ഏറ്റവും നല്ല മാതൃക. അതാണ് ഏറ്റവും ഉത്തമമായ രൂപം. കാരണം അത് സൂക്ഷിപ്പ് സ്വത്താണ്. അപ്പൊ ഇവിടെ വാങ്ങിവെച്ച സൂക്ഷിപ്പ് നേരെ തിരിച്ചങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സൂക്ഷിപ്പ് കൊടുത്ത സ്വത്തായതുകൊണ്ട് അത് തന്നെ അങ്ങോട്ട് തിരിച്ചു പറയൽ അത് നിർബന്ധമാണ് എന്ന് 9-ാം വാള്യം. എന്നാൽ ഇമാം റംലി എന്താണ് പറഞ്ഞു വെക്കുന്നവൻ അസ്സലാമു അലാ ഫുലാൻ എന്ന പോലുള്ള വാക്കുകൾ ഉണ്ടെങ്കിലേ അത് മടക്കേണ്ടതുള്ളൂ എന്നും ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇപ്പൊ ഇന്ന ആൾക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ആരാണോ പറയാൻ വരുന്നത്, ഉദാഹരണം സെയ്ദ്, അസ്സലാമു അലൈക്കും യാ സെയ്ദ് എന്ന് പറഞ്ഞെങ്കിലേ അവിടെ തിരിച്ചു കൊടുക്കേണ്ടതുള്ളൂ എന്ന് ഇമാം റംലി റളിയല്ലാഹു തആല അൻഹു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അഭിപ്രായങ്ങളാണ്. അഭിപ്രായങ്ങൾ അങ്ങനെ മഹാന്മാർ പല അഭിപ്രായങ്ങൾ പറയല്ലോ. ഇമാം റംലി റളിയല്ലാഹു തആല തന്നെ പറയുന്നത് എന്താണ്, ഒരാൾക്ക് സലാം പറഞ്ഞേക്കുമ്പോൾ നീ ഇന്ന ആൾക്ക് എന്റെ സലാം പറയുക, അങ്ങനെ ദൂതൻ ഇന്നയാൾ അയാളുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് ഇന്ന ആൾ നിങ്ങൾ സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അയക്കുന്ന ആള് അസ്സലാമു അലാ സെയ്ദ് എന്ന് പറഞ്ഞു, സെയ്ദാണ് പേരെങ്കിൽ അസ്സലാമു അലാ സെയ്ദ് എന്ന് പറഞ്ഞു, ഈ സലാം നീ അവിടെ എത്തിക്കണം എന്നൊരാൾ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ പറഞ്ഞാലും അവിടെ ചെന്നുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന ആളുതാ ഇന്ന സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ പറഞ്ഞാലാണ് അത് മടക്കൽ നിർബന്ധമാകുന്നത് എന്നും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാൽ നമ്മൾക്ക് പറ്റും നല്ലത്, നമുക്ക് നല്ല രൂപം ഏതാണ് അത് മനസ്സിലാക്കി വെക്കുക. എല്ലാം കൂടെ പറയുമ്പോൾ ഒരുപാട് അഭിപ്രായങ്ങളിൽ ആകെ തശ്വീഷാവണ്ട, ആകെ കൺഫ്യൂഷൻ ആവണ്ട. അപ്പൊ നല്ലത് ഒരാൾക്ക് നമ്മൾ സലാം പറഞ്ഞേക്കൽ സുന്നത്താണ് നമ്മൾ മനസ്സിലാക്കി. ഇനി സലാം പറയുമ്പോൾ അതിന്റെ വജികളൊന്നും നമ്മൾ നോക്കണ്ട. സലാം പറഞ്ഞേക്കുമ്പോ ഇതാ അസ്സലാം നീ എങ്ങോട്ടാ പോകുന്നത്, ഞാൻ നാസറിന്റെ അടുത്തേക്കാൾ ആയിക്കോട്ടെ, എന്നാ ഒരു കാര്യം ചെയ്യാൻ നാസറിനോട് എന്റെ സലാം പറഞ്ഞോ അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞ ഇവൻ ഇതിൽ കേട്ടോ അലൈക്കും അസ്സലാം ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അങ്ങ് പോയാൽ അവിടെ ചെന്നുകൊണ്ട് അയാളോട് പറയുക നിങ്ങൾക്കിതാ മുഹമ്മദ് ക നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട് അസ്സലാമു അലൈക്കും. അങ്ങനെ സലാം പറയണം. അങ്ങനെയാണ് സലാം പറയേണ്ടത്. ഇതാണ് ഏറ്റവും നല്ല രൂപം. ഇങ്ങനെയാകുമ്പോ പിന്നെ അതിൽ വേറെ കൺഫ്യൂഷന്റെ ആവശ്യങ്ങളില്ല. അപ്പൊ സലാം പറഞ്ഞെടുക്കുമ്പോഴും അത് പൂർണ്ണ രൂപത്തിലായി, ആ മടക്കുമ്പോഴും പൂർണ്ണ രൂപത്തിലായി. അപ്പൊ എല്ലാം ഒതൊത്ത രൂപത്തിൽ നമ്മൾ ഇങ്ങനെ സലാം പറയലാണ് നല്ലത്. അപ്പൊ മടക്കുക എന്ന് പറഞ്ഞത് അവൻ തിരിച്ചുകൊണ്ട് എങ്ങനെ സലാം പറയണം, സലാം മടക്കൽ എങ്ങനെ, ഇനി നമുക്ക് അതാ മനസ്സിലാക്കാനുള്ളത്. ഇപ്പൊ സലാം മടക്കണം എന്ന് പറഞ്ഞു, എങ്ങനെയാണ് അയാൾ സലാം മടക്കേണ്ടത് എന്നുകൂടി നമുക്ക് പഠിക്കാം. അപ്പോ എന്റെ അടുക്കലേക്ക് ഒന്നൊരാൾ വന്ന് പറഞ്ഞു ദാ അബൂസുനാൻ ഉസ്താദിന് വേണ്ടി ഒരാൾ സലാം പറഞ്ഞിട്ട് ഞാൻ സലാം പറഞ്ഞു എന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് സലാം അടക്കേണ്ടത്? ഞാൻ മടക്കേണ്ടത് വലൈക്കും അസ്സലാം മാത്രം പോരാ,
എന്നോട് ആദ്യം ഇപ്പൊ സലാം പറഞ്ഞ വ്യക്തി ആരാ? അവൻ ആദ്യം ഒരു സലാം കൊടുക്കണം. അവന് സലാം കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മളോട് പറഞ്ഞയച്ച ആൾക്ക് അതിന് മടക്കൽ കൊടുക്കേണ്ടത്. അപ്പൊ എങ്ങനെയാ സലാം എടുക്കേണ്ടത്? വഅലൈക വഅലൈഹിസ്സലാം, വഅലൈക വഅലൈഹിസ്സലാം എന്നാണ് സലാം അടക്കേണ്ടത്. ഒരാൾ തന്റെ സലാം ഇന്നാൾക്ക് എത്തിക്കണം എന്ന് മറ്റൊരാളെ വസിയത്ത് ചെയ്താൽ അത് എത്തിച്ചു കൊടുക്കൽ നിർബന്ധമാണെന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അത് നിർബന്ധമാണ്. അങ്ങനെ എത്തിച്ചെടുക്കുന്ന ആള് സലാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മടക്കേണ്ടത് എങ്ങനെയാണ്? വഅലൈക വഅലൈഹിസ്സലാം എന്നാണ്. അപ്പൊ എങ്ങനെ? നിങ്ങൾക്കും അയാൾക്കും അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ. വഅലൈക വഅലൈഹിസ്സലാം ഇതങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ആരോടും ഇനി സലാം പറഞ്ഞേക്കാം. സലാം പറഞ്ഞു വെക്കുന്ന ആൾക്ക് എന്ത് ചെയ്യണം? സലാം പറഞ്ഞു വെക്കുമ്പോ പിന്നെ ആ ലഫ്ദ് ഉച്ചരിച്ചുകൊണ്ട് സലാം പറയുക. അപ്പൊ സലാം ഉച്ചരിക്കുമ്പോൾ ആ സലാം നമ്മൾ അവിടെ തന്നെ മടക്കി നമ്മൾ ഏറ്റെടുത്തുകൊണ്ടതിന്റെ അടയാളമാണ് വഅലൈക്കും അസ്സലാം, ഞാൻ പറഞ്ഞോളാം എന്നതിന്റെ അർത്ഥമാണ് വഅലൈക്കും അസ്സലാം. സലാം മടക്കിയാൽ ഈ സലാമിനെ നേരെ കൊണ്ടുവന്നിട്ട് ഈ വ്യക്തിന്റെ അടുക്കലേക്ക് വരിക. എന്നെഴുതാ ഇന്നയാൾ നിങ്ങളോട് സലാം പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും. അത് ആദ്യം പറഞ്ഞെടുക്കണം. ഇന്നയാളെ സലാം പറഞ്ഞു, ഇന്നയാൾ നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്, അസ്സലാമു അലൈക്കും. അതെന്തിനു വേണ്ടിയാ? ചിലപ്പോൾ ഇവനെ അറിയില്ലെങ്കിൽ മറ്റവനറിയാം അവൻ സത്യനിഷേധിയാണ്, അവൻ കാഫിറാണ്, അല്ലെങ്കിൽ അവൻ പുത്തൻവാദിയാണ് എന്നിവനെ അറിയെങ്കിൽ ഇവനെ സലാം അടക്കേണ്ടതില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആരാണ് പറഞ്ഞല്ല, പക്ഷെ ആരാണ് സലാം എന്നാണ് അലൈക മടക്കേണ്ടതുള്ളൂ. അപ്പൊ സലാം അടക്കുമ്പോ രണ്ടുപേർക്കും അടക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടുപേർക്കും സലാം അടക്കണം. കാരണം പറഞ്ഞവനും അത് കൊടുത്തയച്ചവനും സലാം അടക്കേണ്ടതുണ്ട്. അപ്പൊ ഈ വിഷയമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പൊ ഇനി കുറെ ആളുകൾ ഇനി ആ സംശയം ചോദിക്കാൻ നിൽക്കണ്ട. എങ്ങനെയാ സലാം പറയേണ്ടത്, എങ്ങനെയാ സലാം അടക്കേണ്ടത്, എങ്ങനെയാ സലാം കൊടുത്തയക്കേണ്ടത്, എങ്ങനെയാ കൊടുത്തയച്ചാം അടക്കേണ്ടത്, ഈ കൺഫ്യൂഷനൊക്കെ ഒന്നത്തോട് തീർണം. കാരണം ഇനി അതിന്റെ ആവശ്യമില്ല. ഈ നാളെ പറഞ്ഞു തന്നെ ഇങ്ങനെ പറയാൻ ഇനിയും നമുക്ക് കുറെ വിഷയങ്ങൾ പഠിക്കണം. സലാമിന്റെ വിഷയം കഴിഞ്ഞ് മറ്റു വിഷയത്തേക്ക് കടക്കാനുള്ളതാണ്. അപ്പൊ സലാമിന്റെ വിഷയം തന്നെ അവിടെ പൂർത്തിയാക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ പറയാം. നമ്മളിപ്പോ ഒരാൾ സലാം പറഞ്ഞേക്കുകയാണെങ്കിൽ ഇതാ ഇപ്പോ അഹമ്മദ് സെയ്ദിന് സലാം പറഞ്ഞേക്കും പറയാം, എടോ നീ നമ്മത് സെയ്ദിന് എന്റെ സലാം പറഞ്ഞേക്കണം, അസ്സലാമു അലൈക്കും. ഈ ആള് വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് ആ സ്വീകരിച്ചങ്ങ് പോന്നു. എന്നിട്ട് സെയ്ദിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഇയാൾ പറയണം, നിങ്ങൾക്ക് മുഹമ്മദ് ഇതാ സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട്, അസ്സലാമു അലൈക്കും. അപ്പൊ ഇവൻ എന്ത് ചെയ്യണം? മടക്കുന്ന ആള് വഅലൈക വഅലൈഹിസ്സലാം എന്ന് സലാം മടക്കുകയും വേണം. അതാണ് പൂർണ്ണമായ രൂപം. സലാം മടക്കുന്ന സമയത്ത് അയച്ചവനെയാണ് ആദ്യം പങ്കാളിയാക്കേണ്ടത്. വഅലൈക എന്ന് നിങ്ങളെയാണ് ആദ്യം പറയേണ്ടത്. അല്ല വഅലൈഹി വഅലൈക്കസ്സലാം അങ്ങനെയല്ല വേണ്ടത്. ആദ്യം പറയേണ്ടത് ഈ പറഞ്ഞ വ്യക്തിക്കാണ്. ആദ്യം അവനാണ് കൊടുക്കേണ്ടത്, എന്നിട്ടാണ് പറഞ്ഞയച്ച വ്യക്തിയെ കൊടുക്കേണ്ടത്. വഅലൈഹി അവസാനാണ് വേണ്ടത്. വഅലൈഹി വഅലൈക്കസ്സലാം എന്നല്ല, വഅലൈക വഅലൈഹിസ്സലാം എന്നാണ്. ഇങ്ങനെയാണ് വേണ്ടത് എന്ന് ഫത്തുൽ മുഈനിൽ കാണാം. ഫത്തുൽ മുഈനിൽ അങ്ങനെയാണ് 465 പേജിൽ കാണാം. അപ്പൊ ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ കുറേയുണ്ട്. ഇനി പഠിക്കാനുള്ള മലമൂത്ര വിസർജനം ചെയ്യുന്ന ആൾക്ക് സലാം പറയാൻ പറ്റുമോ? ഇന്നലെ ഒരാൾ ചോദിച്ചു, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് സലാം പറയാൻ പറ്റുമോ? ഇനി കുളിമുറിയുള്ളവന് സലാം പറയാൻ പറ്റുമോ? ഉറങ്ങുന്നവന് സലാം പറയാൻ പറ്റുമോ? വുളു എടുക്കുമ്പോൾ സലാം പറയാൻ പറ്റുമോ? ഖുത്ബ വന്നവന് സലാം പറയാൻ പറ്റുമോ? തൽബിയത്ത് ചൊല്ലിക്കൊണ്ടുപോയി സലാം പറയാൻ പറ്റുമോ? ഇങ്ങനെ തുടങ്ങി കുറേ. പിന്നെ ഓതുന്ന ആൾക്ക് സലാം പറയാൻ പറ്റുമോ? ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ദുആ മജ്ലിസിൽ എന്തുകൊണ്ട് സലാം പറയാൻ പറ്റുമോ? ഇങ്ങനെ കുറേ വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഡേ നമുക്ക് സൗകര്യം പോലെ ആ വിഷയങ്ങൾ പറയാം. അവിടെ തന്നെ ഒരു ചോദ്യം വന്നു, അതുകൊണ്ടും പറയാം. ഒരാൾ പറഞ്ഞയച്ചത് പറയാൻ മറന്നുപോയാൽ എന്ത് ചെയ്യുന്ന? നമ്മുടെ മുഹമ്മദ് ജാബിർ ചോദിച്ച ചോദ്യം, നല്ല ചോദ്യം. ആരെങ്കിലും പറഞ്ഞയച്ചത് പറയാൻ മറന്നാൽ എന്ത് ചെയ്യും? കുഴപ്പമുണ്ടോ? ഇതാ ചോദ്യം. അത് കുഴപ്പമുണ്ടോന്നാ ചോദ്യം. അത് കുഴപ്പമുണ്ട്. ഒരാൾ പറഞ്ഞയച്ചത് നമ്മൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് സൂക്ഷിപ്പ് സ്വത്തായി. അത് നമ്മുടെ ആ ഉത്തരവാദിത്തത്തിൽ അവിടെ കിടക്കുന്നതാണ്.
അത് നമ്മൾ ഉത്തരവാദിത്വം നിറവേറണമെങ്കിൽ ആ പറഞ്ഞ ആൾക്ക് തന്നെ സലാം മടക്കിക്കൊള്ളണം. അത് അവർക്ക് എത്തിച്ചു കൊടുത്തോളണം. അവിടെ എത്തിച്ചു കൊടുക്കാത്ത കാലത്തോളം നമ്മുടെ ഹക്കിൽ അങ്ങനെ കിടക്കുകയാണ്. പിന്നെ നമ്മൾക്കത് മറന്നുപോയതാണ് കാരണം. മറവിക്ക് നിസ്കാരം വരെ നമുക്ക് ഉസുറുണ്ട്. അപ്പൊ ഉസുർ അങ്ങനെ നീണ്ടു കിടക്കും. പിന്നെ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു സമയത്ത് വർഷങ്ങൾക്ക് ശേഷമായാലും കുഴപ്പമില്ല, ഇത് നമ്മൾ അങ്ങോട്ടും ഓർമ്മയായി എന്ന് വിചാരിക്കാം. ഒരു 10 വർഷം ശേഷം ഓർമ്മയത്, പടച്ചോനെ ഇതാ അബൂസിനാൻ ഉസ്താദ് എന്നോട് സലാം പറഞ്ഞേക്കാൻ പറഞ്ഞു. ജാബിർ ചിന്തിക്കാം, അബൂസിനാൻ ഉസ്താദ് എന്നോട് സലാം പറയാൻ പറഞ്ഞിരുന്നല്ലോ, അത് സുന്നിക്കുട്ടിക്ക് എത്തിച്ചു കൊടുക്കേണ്ടിയാണ്. എന്ത് ചെയ്യും? ഇപ്പൊ അങ്ങോട്ട് എത്തിച്ചു എന്നെ മറന്നില്ല. 10 വർഷമായി. ഇനിയിപ്പോ എന്താ അവസ്ഥ? പിന്നെയാണ് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് കണ്ടുമുട്ടുന്നത്. അങ്ങനെ കണ്ടുമുട്ടിയതാ 10 വർഷം മുമ്പ് ഒരു ദിവസം ക്ലാസ് എടുത്ത സമയത്ത് എന്നോട് ഇങ്ങനെ സലാം ഇന്ന ആള് പറഞ്ഞു വെച്ചിരുന്നു, നിങ്ങൾക്ക് ഞാനിത് സലാം പറയുന്നു എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് സലാം കൊടുക്കണമെന്നോ. ഇത്ര കാലം കഴിഞ്ഞാലും ആ സലാം അവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഓനെ നിർബന്ധമാണ്. അത് ഏറ്റെടുത്ത വിഷയമാണ്. ഒരിക്കലും അത് മറന്നുപോയാലും അത് മറന്നുപോയി ഓർമ്മ വന്നാൽ പെട്ടെന്ന് എത്തിക്കൽ നിർബന്ധമാണ്. ഇതിന്റെ വാക്ക് പറയല്ല. ഇത് ഈ രൂപത്തിൽ തന്നെയാണ് കിതാബിലൊക്കെ ഉള്ളത്. അത് പിന്നെ ഹാഷിത്ത് ഷർവാനിയിലൊക്കെ ഈ വിഷയം അങ്ങനെ തന്നെ കൊടുത്തായിട്ട് കാണാം. അല്ല, ഹാഷിത്ത് നിഹായല് ആ വിഷയം അങ്ങനെ കാണാം. 8ാം വാള്യം 53ാമത്തെ പേജിൽ കാണാം. എത്തിക്കേണ്ട സലാം എത്തിക്കൽ നിർബന്ധമാണ്. ഒരാളത് മറന്നു, കുറേ കാലത്തിന് ശേഷം ഓർമ്മ വന്നെങ്കിലും ആ സമയത്ത് അയാൾ എത്തിക്കേണ്ടതുണ്ട്. കാരണം ഇത് സൂക്ഷിപ്പ് സ്വത്താണ്. മല്ലിസിയുടെ 8ാം വാള്യം 53ാമത്തെ പേജിലുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കാം. അപ്പൊ ആ വിഷയം ഉത്തരം തീർന്നല്ലോ. അപ്പോ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ സംശയങ്ങളൊക്കെ കേൾക്കാത്ത ആളുകൾ ഒന്നും കൂടി ഇതൊക്കെ ഒന്ന് ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ഇപ്പോഴൊന്ന് കേട്ട് മനസ്സിലാക്കുക. ഈ സംശയം തീരുക. ഇനി ഓരോ സംശയം അന്നൊന്നും തീർത്ത് വെച്ചാൽ ഏറ്റവും നല്ലതാണ്. ഇനി കേട്ട് മനസ്സിലാക്കിയ വ്യക്തിയിൽ ഒരാൾ സംശയം ചോദിക്കുമ്പോൾ ആ കേട്ട് മനസ്സിലാക്കി ഉറപ്പുള്ള ആളുകൾ അതിന് ഉത്തരം കൊടുക്കലും നല്ലതാണ്. ഇതിലിപ്പോ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതിലിങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതൊന്ന് നോക്കിയാൽ മതി. എന്നിട്ട് അതിന് ഉത്തരം അപ്പം തന്നെ കൊടുക്കുക. ഇനിയിപ്പോ വേറെ ചോദ്യങ്ങൾ, കത്തിലെ സലാം മടക്കണം എന്നാണ്. അതൊക്കെ ശേഷം വരുന്നുണ്ട് വിഷയം. ഏതായിരുന്നാലും പറയാം. ഒരാൾ കത്തിൽ സലാം പറഞ്ഞാൽ ആ കത്തിൽ സലാം പറഞ്ഞത് വായ കൊണ്ട് മടക്കിയാൽ മതി, അല്ലെങ്കിൽ എഴുത്തിലൂടെ തിരിച്ചു മടക്കിയാൽ മതി. രണ്ടാൾ മടക്കൽ നിർബന്ധമാണ്. കാരണം കത്തിൽ സലാം വെക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള വിഷയങ്ങൾ മുമ്പത്തെ ക്ലാസ്സുകളും നോക്കിയാൽ നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. കത്തിൽ കഴിയുന്നതും സലാം വെക്കാതിരിക്കുകയാണ് വേണ്ടത് എന്നാണ്. കാരണം അത് പല ആളുകളെയും കയ്യിലെത്തും. ഒരാൾക്ക് മാത്രമുള്ള കത്താണെങ്കിൽ അയാൾ ആ കത്തിന്റെ കോപ്പി ഈ നജസിലേക്ക് മാലിന്യങ്ങളിലേക്കൊന്നും ഇടൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സലാം വെക്കാം, അല്ലെങ്കിൽ സലാം വെക്കാതിരിക്കലാണ് ഖൈർ. ഏതായിരുന്നാലും അങ്ങനെ സലാം പറഞ്ഞാൽ എന്ത് ചെയ്യണം? സലാം മടക്കണം. അത് മടക്കൽ വായ കൊണ്ട് മടക്കിയാൽ മതി, അതല്ലെങ്കിൽ എഴുത്തിലൂടെ തിരിച്ചു മടക്കിയാൽ മതി. തിരിച്ചങ്ങോട്ട് എഴുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ വഅലൈക്കും അസ്സലാം എന്നതിന് മടക്കി കൊടുത്താലും മതി. അതല്ലെങ്കിൽ കത്ത് വായിച്ചോടെ തന്നെ അസ്സലാമു അലൈക്കും മുകളിൽ കാണുമ്പോൾ വഅലൈക്കും അസ്സലാം എന്ന് വായ കൊണ്ട് മടക്കിയാലും ആ ഉത്തരവാദിത്വം നിറവേറുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നാണ്. ഇൻഷാ അല്ലാഹ് അതേ മറ്റു വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം പറയാം. നമ്മളെ ടൈം 12 മണി ആയതുകൊണ്ട് ഞാൻ നിർത്തുന്നു. മാത്രമല്ല പിന്നെ ഇങ്ങനെ സലാം പറയുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞെങ്കിലോ, സലാം പറയുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മളെ സലാം കുറ്റിപ്പാലക്ക അല്ലെ, സലാംക്കയാണ് പറയുന്നത്. അപ്പോ എങ്ങനെ സലാംക്ക തന്നെയാണ് ചോദിക്കുന്നത്. സലാം പറയുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് പറഞ്ഞെങ്കിലോ, ആ സലാം പറയുന്ന സമയത്ത് ഉദ്ദേശം എന്താണ്? ഒരാൾ സലാം പറഞ്ഞപ്പോൾ അത് ഏറ്റെടുക്കുന്ന സമയത്തായിരിക്കില്ലേ ഉദ്ദേശം? സലാം ഏറ്റെടുക്കുന്ന സമയത്താണോ? സലാം ഏറ്റെടുക്കുന്ന സമയത്താണോ ഇത് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് പറഞ്ഞപ്പോഴാണല്ലോ വരിക? അതെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ ഞാൻ കൊടുക്കാമെന്നല്ലേ? അപ്പൊ അത് കുഴപ്പമില്ല, അല്ലാഹു തആല ഉദ്ദേശങ്ങൾ കൊടുത്താൽ മതി. പക്ഷെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കൊടുക്കാതിരിക്കരുത്. അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ നിങ്ങൾ കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ ഉറപ്പിച്ചെന്നല്ല. അത് എനിക്ക് സൗകര്യം കിട്ടിയാൽ സൗകര്യം പോലെ ഞാൻ ചെയ്യാം എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അതല്ല, നിങ്ങൾ ഇൻഷാ അല്ലാഹ്ക്ക് എന്തായാലും ഞാൻ കൊടുക്കാമെന്ന് ഉറപ്പിന്റെ ധ്വനിയാണ് ഇൻഷാ അല്ലാഹ്ക്ക് ഉള്ളെങ്കിലോ നിങ്ങൾ ഏറ്റെടുത്തു എന്നാണ് ഉത്തരവാദിത്വം. അങ്ങനെ അർത്ഥം മാത്രമല്ല, ചില സമയത്ത് അങ്ങനെയുണ്ട്. ഇൻഷാ അല്ലാഹ് എന്ന് പറയുമ്പോൾ അത് ഞാൻ ഏറ്റെടുത്തു എന്ന ഉത്തരവാദിത്വത്തിലും ആ ഇൻഷാ അല്ലാഹ് പറയാറുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിക്കുകയാണ് ഞാൻ പറയാം എന്ന അർത്ഥത്തിലും പറയാറുണ്ട്. അപ്പൊ ഏതാണോ നിങ്ങളെ മനസ്സിലുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാവുന്നതാണ്. നിങ്ങൾ പൂർണ്ണമായും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, മനസ്സറിഞ്ഞുകൊണ്ട് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് സലാം എത്തിച്ചു കൊടുക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്തത്തിലില്ല.
എത്തിക്കുക നിർബന്ധമില്ല, പക്ഷെ അവിടെയും എത്തിച്ചു കൊടുക്കലാണ് ഖൈർ എന്നും കാണാം. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ലത് മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് സമയം പോലെ നമുക്ക് ഇന്ന് വൈകുന്നേര സമയത്ത് വീണ്ടും കണ്ടുമുട്ടാം. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. തൽക്കാലം ഞാൻ മൈക്ക് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവേണ്ടതുണ്ട്. ഇന്ന് SMA-യുടെ 1-2 അർജന്റ് മീറ്റിങ്ങുകൾ കൂടാനുണ്ട്. അല്ലാഹു തആല എല്ലാം വിജയിപ്പിച്ചു തരുമാറാവട്ടെ. വാഖിദ് ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.